1971 ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് അനുസ്മരിച്ചു. ധീരജവാന്മാരായ സി ജോണിന്റെ മാവേലിക്കര കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ സ്മൃതി മണ്ഡപത്തിലും സോമരാജന്റെ ചേർത്തല കളവത്ത് സ്ഥിതി ചെയ്യുന്ന സ്മൃതി മണ്ഡപത്തിലും പുഷ്പചക്രം അർപ്പിക്കലും പുഷ്പാർച്ചനയും നടത്തി. 1971 നടന്ന ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് അനുസ്മരിച്ചു. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഒരു വീരജവാൻ ശ്രീ ഇ ജോൺ സാർ 1971 ഇൻഡോ പാക് വാറിൽ അദ്ദേഹം വീരജന്മം ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈ ദിവസം ഇവിടെ ഒത്തുകൂടുന്നത്. 1971 ഡിസംബർ 9 ഇന്ത്യൻ സബ്മറൈനായ INS കുക്രയും പാക് സബ്മറൈൻ ഹാങ്കോറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരചരമം പ്രാപിക്കുകയുണ്ടായി. ഈ മാതൃരാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ വിലയേറിയ ജീവൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, 1971 ഉണ്ടായ യുദ്ധം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മുകളിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ കടന്നുകയറ്റം ചെറുക്കുവാൻ അന്ന് പാകിസ്ഥാനെ സഹായിക്കുവാനായിട്ട് വളരെയേറെ രാജ്യങ്ങൾ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട, സെവൻത് ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന കപ്പൽപ്പട എത്തുകയും നമ്മുടെ പ്രധാനമന്ത്രി അതിനെ ധീരമായി ചെറുക്കുകയുണ്ടായി. അന്ന് നേവിയിലായിരുന്നു ജോൺ സാർ സർവീസ് ചെയ്തിരുന്നത്. നേവി അന്നത്തെ യുദ്ധം ജയിക്കുവാൻ നേവി ഒരു പ്രധാന കാരണമായിരുന്നു. പാകിസ്ഥാൻ്റെ ലാഹോർ തുറമുഖം മുഴുവൻ ചുട്ടരിച്ചു കളഞ്ഞിരുന്നു നമ്മുടെ ഇന്ത്യൻ നേവി അന്ന്. ആ ഒരു യുദ്ധത്തിൽ മഹനീയമായ തൻ്റെ സേവനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം ആണ്ടുപോകുമ്പോഴേക്കും ഇന്ത്യ അതിൻ്റെ വിജയത്തിൻ്റെ തീരത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള നിരവധി യോദ്ധാക്കളുടെ ജീവത്യാഗം വെറുതെ ആയില്ല എന്ന് ഇങ്ങനെയുള്ള ഓരോ ദിവസവും ഈ ഡിസംബർ 9 ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ മാതിരിയുള്ള വീരസൈനികരുടെ ജീവത്യാഗം ഒരിക്കലും വെറുതെ ആയിട്ടില്ല. ഇന്നും നമ്മൾ അത് നിലനിർത്തിപ്പോരുവാനായിട്ട് മുതിരുമ്പോൾ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സംഘടന അതിൻ്റെ കർത്തവ്യം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് ഡിസംബർ 9 INS കുക്കാരി യുദ്ധക്കപ്പലും പാക് നേവി ഡാഫിനെ ക്ലാസ് അന്തർവാഹിനിയായ ഹാങ്കോറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ഇ ജോണിന്റെ മാവേലിക്കര കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ സോമരാജൻ എന്ന സൈനികന്റെ ചേർത്തല കളവത്ത് സ്ഥിതി ചെയ്യുന്ന സ്മൃതി മണ്ഡപത്തിലും 53ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് പുഷ്പചക്രം അർപ്പിക്കലും പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ ബാബുലാൽ ആലപ്പുഴ, മധു മാമ്പുഴക്കരി, ശ്രീകുമാർ വണ്ടാനം, ഫിനു ഫിലിപ്പ് തുറവൂർ, സുനിൽ അയ്യപ്പൻചേരിൽ, സൈറസ് ജെയിംസ്, ജോസഫ് സേവ്യർ ചെത്തി, ധനീഷ് ചേർത്തല, അനന്തകൃഷ്ണൻ ചേർത്തല, സിബിൻ ചെന്നിത്തല, റിൻസി പ്രയാർ, രാധേഷ് ചാരുമൂട്, മധു മാന്നാർ, ബിജു നൂർനാട്, അനിൽകുമാർ കോമല്ലൂർ, ലിനീഷ് ചെറിയനാട്, സതീഷ് കുമാർ ചെറുതന, ഹരികൃഷ്ണൻ ചെറിയനാട് തുടങ്ങിയവരും NCC കേഡറ്റുകളും സ്കൂൾ വിദ്യാർത്ഥികളും വീരയോദ്ധാക്കളുടെ ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.